ഇന്ത്യൻ വംശജനായ അമേരിക്കൻ പൗരത്വമുള്ള ഒരു അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരൻ. അപ്പോൾ നമ്മുടെ ശബരിമല സ്വർണ്ണ കള്ളക്കടത്ത് കേസ് വന്നപ്പോൾ ഹൈക്കോടതി തന്നെ ഈ പേര് പരാമർശിച്ചിട്ടുണ്ടായിരുന്നു. അതായത് സുഭാഷ് കപൂർ. ഇന്ത്യൻ വംശജനായ ഈ സുഭാഷ് കപൂറിൻ്റെ പ്രധാന ഹോബി ദക്ഷിണേന്ത്യയിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും ശിലയിൽ തീർത്ത വിഗ്രഹങ്ങളും പുരാവസ്തുക്കളും മോഷ്ടിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കടത്തി അയക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിനു വേണ്ടി ഇദ്ദേഹം ആദ്യം ചെയ്യുന്നത് അവിടെയുള്ള ക്ഷേത്രത്തിലെ പൂജാരിനെയും അതുപോലെ തന്നെ മറ്റ് ജീവനക്കാരെയും സ്വാധീനിക്കുകയും അവർക്ക് ആവശ്യമുള്ള പ്രതിഫലം കൊടുക്കുകയും ചെയ്യും. അതിനുശേഷം ആ വിഗ്രഹം കൈമാറുകയും പകരം മറ്റൊരു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുകയും ചെയ്തിട്ടാണ് ഈ വിഗ്രഹം അവിടെ നിന്ന് എടുക്കുന്നത് കേട്ടോ. അതിനുശേഷം ഇതിനാവശ്യമായിട്ടുള്ള പേപ്പറൊക്കെ ശരിയാക്കി ഇതിനെ നേരെ കാഠ്മണ്ഡു, സിംഗപ്പൂർ അതുവഴി വിദേശ രാജ്യങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഹോബി കേട്ടോ. തമിഴ്നാട്ടിൽ മാത്രം 19 വിഗ്രഹ മോഷണ കേസുകളും അതുപോലെ തന്നെ 800 കോടിയിലധികം പുരാവസ്തു മോഷണ കേസുകളും ഇദ്ദേഹത്തിൻ്റെ പേരിൽ നിലവിലുണ്ട്. അപ്പോൾ നിലവിൽ ഇദ്ദേഹം തിരുച്ചി ജയിലിലാണ് ഉള്ളത് കേട്ടോ. 2006 ഇദ്ദേഹം ഇൻ്റർപോളിൻ്റെ പിടിയിലാവുന്നത്, അതും ഒരു ജർമ്മനി എയർപോർട്ടിൽ വെച്ചിട്ട്. അപ്പോൾ ഇദ്ദേഹം പിടിയിലാവാൻ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ കാമുകി ഉണ്ടായിരുന്നു സിംഗപ്പൂരിലുള്ള. അപ്പോൾ കാമുകിയായിട്ട് ബ്രേക്കപ്പ് ആവുന്ന സമയത്ത് കാമുകിയാണ് ഇദ്ദേഹത്തിനെതിരെ ഇദ്ദേഹം ഒരു അന്താരാഷ്ട്ര വിഗ്രഹ കള്ളക്കടത്തുകാരനാണെന്നുള്ളത് അമേരിക്കയെ അറിയിക്കുന്നത് കേട്ടോ.